കഴിഞ്ഞില്ലേ? എന്നാ വക്കീല് വെക്കൂ. ശരി. ഇനി മുകുന്ദനെതിരെ പരാതിയില്ലെന്ന് ഒപ്പിട്ടതാ. അതൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടി വേണം. നീ ഞങ്ങളെ കളിപ്പിക്കണോടാ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. അയ്യോ, ഗിരിയേട്ടാ നന്നായിട്ട് അറിയാം. ഗിരിയേട്ടനെ കുറിച്ച് അറിയാനുള്ളതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഗിരിയേട്ടനാണ് എന്നെ കുറിച്ച് ഒന്നും അറിയാത്തത്. ഈ വിഷയം ഇത്രയും വലുതാക്കി എന്റെ കരിയറും മാനവും ഒക്കെ പോയി ഈ അവസ്ഥയിലാവാൻ ശരിക്കും കാരണക്കാരൻ നീയാ. ഇന്നേ വരെ അതിന് നീ എന്നോട് മാപ്പ് ചോദിച്ചിട്ടില്ല. അതെന്റെ ഈഗോ ഹേർട്ട് ചെയ്തു. അതുകൊണ്ട് നീ എന്നോട് നല്ല ഭംഗിയായിട്ട് മാപ്പ് ചോദിക്ക്. നീ എന്താ കുട്ടിക്കളി കളിക്കുകയാണോ? ചേച്ചി വേണ്ട, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഐ എം സോറി അപ്പി. അയ്യോ അങ്ങനെയല്ല. പിന്നെ എന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. ഗിരിയേട്ടാ വേണ്ട, വേണ്ട, വക്കീലിനെ വെറുതെ വിടും പ്ലീസ്. പ്ലീസ്. ഓക്കെ ഓക്കെ, എഴുന്നേറ്റുള്ളൂ. ഇനി എവിടെ ഒപ്പിടേണ്ടത്? സാറേ കൊണ്ടുപോവാ. ഡൺ. ഹാപ്പി അല്ലേ മാഡം? എല്ലാം റെക്കോർഡ് ചെയ്തിട്ടില്ലേ? പിന്നില്ലേ. ഒരു സെക്യൂരിറ്റിക്ക് ഗിരിയേട്ടാ, ഇതൊരു പ്രതികാര നടപടിയൊന്നും ആയിരുന്നില്ല. എന്റെ കൂട്ടുകാരനെ പുറത്തിറക്കാനുള്ള ഒരു നമ്പർ, അത്രേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും മുകുന്ദ. അന്ന് പഴയ കണക്കുകളൊക്കെ വിശദമായിട്ട് പരിശോധിക്കാം. അപ്പൊ ശരി, ഓക്കെ, ബൈ. ഇങ്ങനെ കരയാൻ മാത്രമൊന്നും ഉണ്ടായില്ലല്ലോ അമ്മേ. അത് വെറുതെ ഒരു തെറ്റിദ്ധാരണ പുറത്ത് അറസ്റ്റ് ചെയ്തതല്ലേ. അവർക്കൊരു അബദ്ധം പറ്റിയാണെന്ന് മനസ്സിലായപ്പോ എന്നെ വെറുതെ വിട്ടല്ലോ. മഞ്ജുവിന് അങ്ങനെ കുറ്റം പറയല്ലമ്മേ. ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ എന്നെ സഹായിച്ചത് മഞ്ജുവാ, പിന്നല്ലാതെ. അമ്മ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ എല്ലാ കാര്യം പറയാം. ശരി, ഗുഡ് നൈറ്റ്. എന്ത് പറ്റി മുന്ത? അമ്മ ഇവിടെ നിന്ന് ആരോ വിളിച്ച് ഞാനൊരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്ന് പറഞ്ഞു. അബിയെക്കുറിച്ച് പറഞ്ഞ് വെറുതെ അമ്മയെ ടെൻഷൻ എടുപ്പിക്കേണ്ടെന്ന് കരുതിയ ഞാൻ പോലീസുകാർക്ക് ആള് മാറിപ്പോയതെന്ന് പറഞ്ഞു. അമ്മ തൽക്കാലം അത് വിശ്വസിച്ചു. ഞാനെന്നാ ആഹാരം എടുക്കട്ടെ? എനിക്ക് വിശക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോ. നടന്നതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവം സഹായിച്ച് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അത് കൃത്യസമയത്ത് നീ ചെന്ന് അഭിയുടെ കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ടല്ലേ? ഭാര്യയെ കൊണ്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യിച്ച് പുറത്തിറങ്ങുന്നതിൽ നല്ലത് ജയിലിൽ പോകുന്നത് തന്നെയാ. ഈ വിഷയത്തെക്കുറിച്ച് ആര് സംസാരിച്ചാലും നീ മിണ്ടരുത്. അതെന്താ എനിക്ക് സംസാരിച്ചാ? ഹരിതയുടെ കേസില് നീ അറസ്റ്റിലായത് ഓർമ്മയുണ്ടോ? അന്ന് നിന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ഗോപാലൻ ഞങ്ങളുടെ അച്ഛന്റെ കാലിൽ വീണ് യാചിച്ചത് നീ മറന്നോ? നിന്റെ മുന്നിൽ വെച്ചല്ലേ ഇത് സംഭവിച്ചത്.
സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഗോപാലിനോട് കാലില് വീഴണ്ട, ഞാൻ ജയിലിൽ പൊക്കോളാന്ന് പറയാറുന്നില്ലേ? നിനക്കിതിനെ പറ്റിയൊക്കെ എങ്ങനെ അറിയാം? അച്ഛൻ സ്റ്റേഷനിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു. ഈ കഥ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ കുരുത്തം കെട്ട മക്കളുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് ജീവിതകാലം മുഴുവൻ തല താഴ്ത്തി ജീവിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? മഹിമയെ തല്ലാനുള്ള പരിപാടിയായിരുന്നു? ഇവള് ഡാഡിയെ കുറിച്ച് അനാവശ്യം പറയായിരുന്നു. മഹിമ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല അവള് പറഞ്ഞത്. നീ ഡാഡിയെ കുറ്റം പറഞ്ഞിട്ട് പ്രതികരിക്കാതെ നിൽക്കുമല്ലേ? നിന്റെ ഈ ദരിദ്രവാസി കൂട്ടുകാരനെ വിശ്വസിപ്പിക്കാനായിരിക്കും നീ ഈ നാടകം കളിക്കുന്നത്. ഇവനിങ്ങനെ പറയുന്നത് കേട്ടേ നീ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. കാര്യത്തോടെ അടുക്കുമ്പോഴേ അച്ഛൻ വരച്ച വരയ്ക്ക് പുറത്തു നിൽക്കില്ല. എന്റെ ഔദാര്യത്തിൽ ഈ വീട്ടിൽ കഴിയുമ്പോ നീ എന്റെ കൂട്ടുകാരനെ അവമാനിക്കണം. ഇവനെ വെറുതെ തല്ലിയിട്ട് ഒരു കാര്യമില്ല. ഇവ നന്നാവില്ല. നീ മുകുന്ദന്റെ അടുത്തേക്ക് ചെല്ലേ. അവന് വല്ലാത്ത വിഷമായി കാണും. എന്താ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അവസാനിച്ചില്ലേ? നിങ്ങൾ എന്താ കൊച്ചുകുട്ടികളാണോ? പോയി എല്ലാം പറഞ്ഞു തീർത്തിട്ട് വാ. ഇവന്മാര് കൂട്ടുകാരായിട്ടല്ല ഈ പടി ചവിട്ടുന്നതെങ്കിൽ രണ്ടാക്കും ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കൊടുത്തേക്കരുത്. പോടാ. ഇനി നീ ഈ വീട്ടിൽ ശബ്ദം ഉയർത്തിയ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും.